ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം. ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർത്ഥം: അർജുനൻ ചോദിച്ചു, ഹേ ജനാർദ്ദന, കർമ്മത്തേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഭയാനകവും ഘോരവുമായ ഈ യുദ്ധകർമ്മത്തിൽ എന്നെ എന്തിനാണ് അങ്ങ് പ്രേരിപ്പിക്കുന്നത്? ശ്ലോകം 2. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദീകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. അർത്ഥം: പരസ്പരവിരുദ്ധമെന്ന് തോന്നുന്ന വാക്കുകൾ കൊണ്ട് അങ്ങീന്റെ ബുദ്ധിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. എനിക്ക് ആത്യന്തിക ശ്രേയസ്, മോക്ഷം നേടിത്തരുന്ന ഉറപ്പുള്ള ഒരു മാർഗം ഏതാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നാലും. ശ്ലോകം 3. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഖ ജ്ഞാനയോഗീന സാഖ്യാനാം കർമ്മയോഗീന യോഗിനാം. അർത്ഥം: ഭഗവാൻ പറഞ്ഞു, ഹീ പാപരഹിതനായ അർജുന, ഈ ലോകത്തിൽ 2 വിധത്തിലുള്ള സാധനാമാർഗങ്ങൾ പണ്ടുതന്നെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. തത്വചിന്തകർക്ക്, സാഖ്യന്മാർക്ക് ജ്ഞാനയോഗവും കർമ്മം ചെയ്യുന്നവർക്ക് കർമ്മയോഗവും. ശ്ലോകം 4. ന കർമ്മണാ മനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ ന ച സംന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അർത്ഥം: കർമ്മങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ടു മാത്രം ഒരാൾ നിഷ്കർമ്മത, കർമ്മബന്ധത്തിൽ നിന്നുള്ള മുക്തി നേടുന്നില്ല. ബാഹ്യമായി കർമ്മം ഉപേക്ഷിച്ചതുകൊണ്ടു മാത്രം ആരും സിദ്ധിയും നേടുന്നില്ല. ശ്ലോകം 5. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിചൈർഗുണൈഃ. അർത്ഥം: ഒരുവനും ഒരു നിമിഷം പോലും യാതൊരു കർമ്മവും ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല. പ്രകൃതിജന്യമായ ഗുണങ്ങൾ സത്വം, രജസ്, തമസ് കാരണം എല്ലാവരും നിർബന്ധിതരായി കർമ്മം ചെയ്യേണ്ടിവരുന്നു. ശ്ലോകം 8. നിയതം കുരു കർമ്മത്വം കർമ്മജായോ ഹ്യകർമ്മണ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേദകർമ്മണ. അർത്ഥം: നിനക്ക് വിധിക്കപ്പെട്ട കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുക. കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുന്നത്. പ്രവർത്തിക്കാതിരുന്നാൽ നിന്റെ ശരീരയാത്ര പോലും, ജീവിതം മുന്നോട്ടു കൊണ്ടുപോകൽ സാധ്യമാകില്ല. ശ്ലോകം 9. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗണ്ഡേയ മുക്തസംഗഃ സമാചര. അർത്ഥം: ഈശ്വരാർപ്പണമായോ യജ്ഞാർത്ഥം സമൂഹനന്മയ്ക്കായോ ചെയ്യുന്നതൊഴികെ മറ്റെല്ലാ കർമ്മങ്ങളും മനുഷ്യനെ കർമ്മബന്ധനത്തിലാക്കുന്നു. അതിനാൽ ഫലേച്ഛ കൂടാതെ യജ്ഞഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുക. ശ്ലോകം 10. സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വമേഷ വോസ്ത്വിഷ്ട കാമധുക്. സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി മനുഷ്യരെ യജ്ഞത്തോടൊപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അനേന പ്രസവിഷ്യധ്വമേഷ വോസ്ത്വിഷ്ട കാമധുക്. ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. ഇത് നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം നൽകുന്ന കാമധേനുവായിരിക്കട്ടെ. ശ്ലോകം 11. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തോ ശ്രേയഃ പരമവാപ്സ്യഥ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ. ഈ യജ്ഞത്തിലൂടെ നിങ്ങൾ ദേവന്മാരെ സംതൃപ്തരാക്കുവിൻ. ആ ദേവന്മാർ നിങ്ങളെയും അനുഗ്രഹിച്ചു വളർത്തട്ടെ. പരസ്പരം ഭാവയന്തോ ശ്രേയഃ പരമവാപ്സ്യഥ. ഇങ്ങനെ പരസ്പരം സഹായിച്ചും തൃപ്തിപ്പെടുത്തിയും നിങ്ങൾ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുവിൻ. ശ്ലോകം 12. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഃ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ. യജ്ഞത്താൽ സംപ്രീതരായ ദേവന്മാർ നിങ്ങൾക്കാവശ്യമായ സർവഭോഗങ്ങളും നൽകും. തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഃ. അവർ തന്ന അനുഗ്രഹങ്ങൾ അവർക്കായി തിരികെ നൽകാതെ
സമൂഹത്തിനു സമർപ്പിക്കാതെ സ്വയം അനുഭവിക്കുന്നവൻ കള്ളൻ തന്നെയാണ്. ശ്ലോകം 13. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വഘം പാപാ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈ. യജ്ഞശിഷ്ടം ഭക്ഷിക്കുന്ന സജ്ജനങ്ങൾ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ഭുഞ്ജതേ തേ ത്വഘം പാപാ യേ പചന്ത്യാത്മകാരണാത്. സ്വന്തം സുഖത്തിനും തൃപ്തിക്കും വേണ്ടി മാത്രം ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന പാപികൾ പാപത്തെ തന്നെയാണ് ഭക്ഷിക്കുന്നത്. ശ്ലോകം 14. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മസമുദ്ഭവഃ. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ. സർവ്വജീവജാലങ്ങളും അന്നത്തിൽ നിന്നും അന്നം മഴയിൽ നിന്നും ഉണ്ടാകുന്നു. യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മസമുദ്ഭവഃ. മഴ യജ്ഞത്തിൽ നിന്നും യജ്ഞം ധർമാനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ശ്ലോകം 15. കർമ്മബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം. കർമ്മം വേദങ്ങളിൽ നിന്നും വേദങ്ങൾ. ശ്ലോകം 16. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സ ജീവതി. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ. ഈ ലോകത്തിൽ ഇപ്രകാരം തിരിയുന്ന സൃഷ്ടിചക്രത്തെ ആരെങ്കിലും പിന്തുടരാതിരിക്കുന്നുവോ? അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സ ജീവതി. ഹേ പാർത്ഥ, പാപജീവിതം നയിക്കുന്നവനും ഇന്ദ്രിയസുഖങ്ങളിൽ മാത്രം മുഴുകുന്നവനുമായ അവന്റെ ജീവിതം തീർത്തും വ്യർത്ഥമാണ്. ശ്ലോകം 17. യസ്ത്വാത്മരതിരേവ സ്യാദാത്മാ തൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. യസ്ത്വാത്മരതിരീവ സ്യാദാത്മാ തൃപ്തശ്ച മാനവഃ. എന്നാൽ യാതൊരു മനുഷ്യനാണോ ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടെത്തുകയും ആത്മാവിൽ തന്നെ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നത്, ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. ആത്മാവിൽ തന്നെ സംതൃപ്തനായ അവന് ചെയ്യേണ്ടതായ ഒരു കർത്തവ്യവും ശേഷിക്കുന്നില്ല. ശ്ലോകം 18. നൈവ തസ്യ കൃതീനാർത്ഥോ നാകൃതീനീഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. നൈവ തസ്യ കൃതീനാർത്ഥോ നാകൃതീനീഹ കശ്ചന. അവന് കർമ്മം ചെയ്തതുകൊണ്ട് നേട്ടമോ ചെയ്യാതിരുന്നതുകൊണ്ട് യാതൊരു നഷ്ടമോ വരുന്നില്ല. ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ഒരു ജീവിയെയും ആശ്രയിച്ച് അവന് സ്വന്തമായി എന്തെങ്കിലും നേടാനുമില്ല. ശ്ലോകം 19. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര. അതിനാൽ നീ ആസക്തിയില്ലാതെ എല്ലായ്പ്പോഴും നിന്റെ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുക. അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. നിസ്സംഗനായി കർമ്മം ചെയ്യുന്ന മനുഷ്യൻ പരമപദം മോക്ഷം പ്രാപിക്കുന്നു. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസാധ്യമാസ്ഥിത ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമാർഹസി. കർമ്മണൈവ ഹി സംസാധ്യമാസ്ഥിത ജനകാദയഃ. ജനകൻ തുടങ്ങിയ മഹത്തുക്കൾ നിഷ്കാമകർമ്മത്തിലൂടെയാണ് പരമസിദ്ധി നേടിയത്. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമാർഹസി. ലോകനന്മയെയും ജനങ്ങൾക്ക് മാതൃകയാകേണ്ടതിനെയും ലോകസംഗ്രഹം കരുതി നീയും കർമ്മം ചെയ്യേണ്ടതുണ്ട്. അഥ തൃതീയോऽധ്യായഃ. അർജുനോവാച ജായസേ ചേത്കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദന
तत्किं कर्मणि घोरे मां नियोजयसि केशव व्यामिश्रेणेव वाक्येन बुद्धिं मोहयसेव मे तदेकं वद निश्चित्य येन श्रेयोऽहमाप्नुयाम् श्रीभगवानुवाच लोकेऽस्मिन् द्विविधा निष्ठा पुरा प्रोक्ता मया नघ ज्ञानयोगेन साङ्ख्यानां कर्मयोगेन योगिनां न कर्मणामनारम्भान् नैष्कर्म्यं पुरुषोऽश्नुते न च सन्न्यसनादेव सिद्धिं समधिगच्छति न हि कश्चित् क्षणमपि जातु तिष्ठत्य कर्मकृत कार्यते ह्यवशः कर्म सर्वः प्रकृतिजैर्गुणैः कर्मेन्द्रियाणि संयम्य य आस्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचारः स उच्यते यस्त्विन्द्रियाणि मनसा नियम्यारभतेऽर्जुन कर्मेन्द्रियैः कर्मयोगम् असक्तः स विशिष्यते नियतं कुरु कर्म त्वं कर्मज्यायो ह्यकर्मणा शरीरयात्रापि च ते न प्रसिद्ध्येद कर्मणः यज्ञार्थात् कर्मणोऽन्यत्र लोकोऽयं कर्मबन्धन तदर्थं कर्म कौन्तेय मुक्तसङ्गः समाचर सह यज्ञाः प्रजा सृष्ट्वा पुरोवाच प्रजापतिः अनेन प्रसविष्यध्वम् एष वोऽस्त्विष्टकामधुक् देवान् भावयतानेन ते देवा भावयन्तु वा परस्परं भावयन्तः श्रेयः परमवाप्स्यथा इष्टान् भोगान् हि वो देवा दास्यन्ते यज्ञभाविता तैर्दत्तानप्रदायैभ्यो यो भुङ्क्तेस्तेन एव स यज्ञशिष्टाशिनः सन्तो मुच्यन्ते सर्वकिल्बिषैः भुञ्जते ते त्वगं पापा ये पचन्त्यात्मकारणात् अन्नाद्भवन्ति भूतानि पर्जन्यादन्नसम्भवा यज्ञाद्भवति पर्जन्यो यज्ञकर्मसमुद्भवः कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षरसमुद्भवम् तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम् एवं प्रवर्तितं चक्रं नानुवर्तयति हयः अघायुरिन्द्रियारामो मोघं पार्थ स जीवति यस्त्वात्मरतिरेव स्यात् आत्मतृप्तश्च मानव आत्मन्येव च सन्तुष्टः तस्य कार्यं न विद्यते नैव तस्य कृतेनार्थो नाकृतेनेह कश्चन न चास्य सर्वभूतेषु कश्चिदर्थव्यपाश्रय तस्मादसक्तः सततं कार्यं कर्म समाचर असक्तो ह्याचरन् कर्म परमाप्नोति पुरुषः कर्मणैव हि संसिद्धिम् आस्थिता जनकादयः लोकसङ्ग्रहमेवापि सम्पश्यन् कर्तुमर्हसि
यद्यदाचरति श्रेष्ठ तत्तदेवेतरो जना स यत्प्रमाणं कुरुते लोकस्तदनुवर्तते न मे पार्थास्ति कर्तव्यं त्रिषु लोकेषु किञ्चन नानवाप्तमवाप्तव्यं वर्त एव च कर्मणि यदि ह्यहं न वर्तेयं जातु कर्मण्यतन्त्रिता मम वर्त्मानुवर्तन्ते मनुष्याः पार्थ सर्वशः उत्सीदेयुरिमे लोका न कुर्यां कर्म चेदं संकरस्य च कर्ता स्याम् उपहन्यामिमाः प्रजा सक्ता कर्मण्य विद्वांसो यथा कुर्वन्ति भारत कुर्याद्विद्वांस्तथा सक्तः चिकीर्षुर्लोकसङ्ग्रहम् न बुद्धिभेदं जनयेत् अज्ञानां कर्मसङ्गिनाम् जोषयेत् सर्वकर्माणि विद्वान् युक्तः समाचरन् प्रकृते क्रियमाणानि गुणैः कर्माणि सर्वशः अहंकार विमूढात्मा कर्ताहमिति मन्यते तत्त्ववित्तु महाबाहो गुणकर्म विभागयोः गुणागुणेषु वर्तन्त इति मत्वा न सज्जते प्रकृतेर्गुणसम्मूढा सज्जन्ते गुणकर्मसु तान् कृत्स्नविदो मन्दान् कृत्स्नविन्न विचालयेत् मयि सर्वाणि कर्माणि सन्न्यस्याध्यात्मचेतसा निराशेर्निर्ममो भूत्वा युध्यस्व विगतज्वरा ये मे मतमिदं नित्यम् अनुतिष्ठन्ति मानवाः श्रद्धावन्तो न सूयन्तो मुच्यन्ते तेऽपि कर्मभिः ये त्वेतदभ्यसूयन्तो नानुतिष्ठन्ति मे मतम् सर्वज्ञानविमूढांस्तान् विद्धि नष्टान् चेतसा सदृशं चेष्टते स्वस्य प्रकृतेर्ज्ञानवानपि प्रकृतिं यान्ति भूतानि निग्रहः किं करिष्यति इन्द्रियस्येन्द्रियस्यार्थे रागद्वेषौ व्यवस्थितौ तयोर्न वशमागच्छेत् तौ ह्यस्य परिपन्थिनौ श्रेयान् स्वधर्मो विगुणः परधर्मात् स्वनुष्ठितात् स्वधर्मे निधनं श्रेयः परधर्मो भयावः अर्जुन उवाच अथ केन प्रयुक्तोऽयं पापं चरति पूरुषः अनिच्छन्नपि वार्ष्णेय बलादिव नियोजितः श्रीभगवानुवाच काम एष क्रोध एष रजोगुणसमुद्भवः महाशनो महापाप्मा विध्येनमिह वैरिणम् धूमेनाव्रियते वह्निः यथादर्शो मलेन च यथोल्बेनावृतो गर्भः तथा तेनेदमावृतम् आवृतं ज्ञानमेतेन ज्ञानिनो नित्यवैरिणा कामरूपेण कौन्तेय दुष्पूरेणानलेन च इन्द्रियाणि मनोबुद्धि अस्याधिष्ठानमुच्यते एतैर्विमोहयत्येष ज्ञानमावृत्य देहिनम् तस्मात् त्वमिन्द्रियाण्यादौ नियम्य भरतर्षभ
पाप्मानं प्रजह्येनं ज्ञानविज्ञाननाशनम् इन्द्रियाणि पराण्याहो इन्द्रियेभ्यः परं मनः मनसस्तु परा बुद्धि यो बुद्धेः परतस्तु सा एवं बुद्धेः परं बुद्ध्वा संस्तभ्यात्मानमात्मना जहि शत्रुं महाबाहो कामरूपं दुरासदम्। ॐ तत्सत् श्रीमद्भगवद्गीतासूपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मयोगो नाम तृतीयोऽध्यायः।